എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകാലം മുതൽ ഈ നിമിഷം വരെ എന്നെ എപ്പോഴും നയിക്കുകയും ധ്യാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വചനമാണ് സങ്കീർത്തനം 139 23 24 വാക്യങ്ങൾ. ആ വചനം ഇപ്രകാരമാണ്: ദൈവമേ, പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ, പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഇതാണ് ആ വചനം. ഈ വചനം എൻ്റെ അനുനിമിഷവും ഉള്ള ഒരു പ്രാർത്ഥനയാണ്. അനുനിമിഷ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ശ്വാസം വലിക്കുന്നത് പോലെ തന്നെയുള്ള, ഓരോ നിമിഷവും നമ്മൾ ശ്വാസം എടുക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു പ്രാർത്ഥനാ ശൈലിയാണത്. അപ്പോൾ ഈ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും എനിക്ക് വലിയൊരു സംരക്ഷണ കോട്ടയാണ് ഈ വചനം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വചനം എപ്പോഴും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് യാതൊരു വിധത്തിലുള്ള തിന്മയുടെ വലിയ വലിയ അപകടങ്ങളിലേക്ക് ഞാൻ ചെന്ന് വീഴാറില്ല, അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ നയിക്കപ്പെടാറില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിനും എൻ്റെ എല്ലാത്തിനും ഈശോയ്ക്ക് ഞാൻ സർവ്വ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഈശോയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ പരിശോധിക്കാം. അതുപോലെ തന്നെ എന്നെ തിരുത്താം, എന്നെ നയിക്കാം. ഇതൊക്കെയാണ് ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ വചനം ഞാൻ ഈശോയ്ക്ക് നൽകുന്ന കുറേ അവസരങ്ങളും, അല്ലെങ്കിൽ ഈശോയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ നൽകുന്ന സ്വാതന്ത്ര്യമാണത്. അപ്പോൾ പലപ്പോഴും മനുഷ്യർക്ക് ആത്മീയ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഈശോയ്ക്ക് അവരുടെ ജീവിതത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമൊന്നും കൊടുക്കാറില്ല. ഏതെങ്കിലും കുറച്ച് മേഖലകളിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. ബാക്കി മേഖലകളെക്കുറിച്ച് അവർക്കറിയത്തില്ല. അതുകൊണ്ട് അവർ ഈശോയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാറില്ല. അപ്പോൾ ഈ വചനം പ്രാർത്ഥിച്ചാൽ, ഈ വചനം എപ്പോഴും ധ്യാനിച്ചാൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈശോയ്ക്ക് കടന്നു വരാനും വേണ്ട ക്രമീകരണങ്ങൾ നടത്താനുമുള്ള പരിപൂർണ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഈ വചനത്തിലൂടെ നൽകുന്നത്. ഈ വചനം എപ്പോഴും നമ്മളിങ്ങനെ ഉരുവിട്ട് നടക്കുമ്പോൾ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യമാണ്. ആരും, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇടയ്ക്ക് വെച്ച് ഈശോയോട് അത് വേണ്ട എന്ന് പറയുകയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് നമ്മൾ ചോദിക്കുകയില്ല. കാരണം അതുപോലെ ഉള്ള ഒരു എഗ്രിമെൻ്റാണ് സത്യത്തിൽ ഈ പ്രാർത്ഥന. പിന്നെ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഈശോ നമ്മളെ പരിശോധിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. പലപ്പോഴും അതത്ര രസകരമായ ഒരു അനുഭവമാകണമെന്നില്ല. പക്ഷേ നമുക്ക് മനസ്സിലാവും നമ്മൾ ശരിയായിട്ടുള്ള വഴിയിലല്ല നടക്കുന്നതെങ്കിൽ ചില സമയങ്ങളിൽ. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ആ വഴിയിലൂടെ അല്ല നടക്കുന്നതെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളിലൂടെ, വിവിധ അവസരങ്ങളിലൂടെ ഈശോ നമ്മളെ ആ ശരിയായിട്ടുള്ള വഴിയിലേക്ക് നയിക്കും, നമ്മളെ തിരുത്തും. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത വിധത്തിലുള്ള അനേകം ആത്മീയ ഗുണഗണങ്ങൾ ഉള്ള ഒരു വചനമാണ് സങ്കീർത്തനം 139 23 24. തൽക്കാലം ഈ വചനത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ നിർത്തുന്നു. കാരണം ഇത് നമ്മൾ പരിശോധിച്ച് പരീക്ഷിച്ച് മനസ്സിലാക്കാവുന്ന ഒരു വചനമാണ്.